ആ പിന്നെ നീ വരുമ്പോ എല്ലാവരും കൊണ്ടുവരണം കേട്ടാ. ഇല്ലെന്നാ എങ്കി പിന്നെ ഉള്ളവരെ എല്ലാവരെയും കൊണ്ടുപോവാ. വരാത്തവരുടെ ലിസ്റ്റല്ല എനിക്ക് അറിഞ്ഞേ, ബാക്കി കാര്യമെല്ലാം ഞാൻ ഏറ്റു. ശരി. നീ ആര്? ഗ്രൂപ്പിലെ ലീഡറാ? ചേച്ചി അത് അവരെന്നെ അങ്ങ് ലീഡർ ആക്കി ചേച്ചി, എന്താ ചെയ്യാ? മതി കേട്ടാ സ്വയം അങ്ങോട്ട് പൊങ്ങി പൊങ്ങി പോകുന്നത്. ചേച്ചി ഞാൻ സത്യം ചേച്ചി പറഞ്ഞേ. ചേച്ചി പിന്നെ ഞാൻ കൂട്ടിയ കൂട്ടമല്ലത്, എന്റെ ഒപ്പം ചേർന്ന കൂട്ടമാണത്. സിനിമ ഡയലോഗ് പോലെ ഉണ്ടല്ലോ. ആ അതങ്ങനെയാ, നമ്മളെന്തെങ്കിലും ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിനിമയിൽ അങ്ങ് എടുക്കും. എന്താ ചെയ്യാ? അതെ അതെ, എന്താ ചെയ്യാ? ചേച്ചി ഇപ്പൊ തന്നെ എത്തും. ആര്? എന്റെ ഫ്രണ്ട്സ്. എന്തിന്? ഒരു പരിപാടി ഉണ്ട്. പരിപാടിയോ? കല്ലു നീ ഒന്ന് അടങ്ങ്, ഇനിയും കളിക്കാൻ സമയമുണ്ട്. ഫ്രണ്ട്സ് ഒന്നും വന്നില്ലേ? ഇപ്പൊ തന്നെ അവര് പറന്നെത്തും. ഈശ്വരാ, അപ്പൊ ഈ വീടിന്റെ കാര്യത്തിൽ നിന്നൊരു തീരുമാനം ഉണ്ടാവും അല്ലേ? ചേച്ചിയെ അളിയനൊളിയനും എത്തിയല്ലേ? എല്ലാവർക്കും ചോക്ലേറ്റും എടുത്തോ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഓക്കെ മോളെ, നിങ്ങൾ പറഞ്ഞ പോലെ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ പറയണം ഇതൊക്കെ ആരാണെന്ന്. ഓക്കെ? മഹാത്മാഗാന്ധി. നെക്സ്റ്റ് ഇതാരാ? ഡോക്ടർ ബി.ആർ. അംബേദ്കർ. അപ്പൊ അടുത്തത് ചാച്ചാജി. ജവഹർലാൽ നെഹ്റു. അടുത്തത് സർദാർ വല്ലഭായ് പട്ടേൽ. ബുദ്ധിയുണ്ട്, അളയെ പോലല്ല. അളിയാ ഞാൻ ഇപ്പൊ വരാവേ, ഒരു മിനിറ്റ്. ഇത് പടം വരയ്ക്കാനുള്ള പേപ്പർ സ്കെച്ച് എടുക്കാൻ പോയ പോക്കാ. അപ്പൊ പടമൊക്കെ വരയ്ക്കുന്ന കൊള്ളാം. ഇവിടെ എങ്ങാനും പിച്ചി പറിച്ച് ഇട്ട എല്ലാത്തിനും കിട്ടും. എന്നോടാ പറഞ്ഞേ. എല്ലാരും വരച്ചോ? മക്കള് വരക്കട്ടാ, അച്ഛൻ നോക്കി നിക്കാം. വരച്ചോ വരച്ചോ വരച്ചോ. ചേച്ചി ഞാൻ പറയാതിരിക്കായിരുന്നു. എന്തായാലും നല്ലൊരു അവസരമായിട്ട് ഇപ്പൊ അങ്ങ് പറഞ്ഞേക്കാം. ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഒരാഴ്ചത്തെ ട്രിപ്പിന് ഞാനും എന്റെ ഫ്രണ്ട്സ് കൂടെ പോകുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ പറയാം. ഒരാഴ്ച കഴിയുമ്പോ ഒരാഴ്ചത്തെ ട്രിപ്പാ? ജസ്റ്റ് 1 വീക്ക്. നീ ആ ഒരാഴ്ചത്തെ ട്രിപ്പിന് പോണോ വേണ്ടയോന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കും. ജസ്റ്റ് പോയിട്ട് ഒരാളെയാ ആലോചിക്കാം, നമുക്ക് ആലോചിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ, സമ്മതിക്കൂല. എന്തൊരു കഷ്ടം അത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 10-80 വർഷമായി. എന്നിട്ട് ഇപ്പൊ നമുക്ക് ഈ വീട്ടിൽ സ്വാതന്ത്ര്യം ഇല്ല. മക്കൾ സ്വാതന്ത്ര്യം എടുക്കാറാകുമ്പോഴത്തേക്കും ചേച്ചി പറയാം, അന്നേരം അങ്ങ് എടുത്താ മതി. എന്നാ പിന്നെ നിങ്ങളുടെ പരിപാടി എടുക്കട്ടെ, ഞാൻ അടുക്കളേ കാണും. ചേച്ചി എന്താ? പോവല്ലേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക്. എത്രയൊക്കെ ആയ സ്ഥിതിക്ക്? ചേച്ചി ഞാൻ പറഞ്ഞോണ്ടിരിക്കല്ലേ ചേച്ചി. നീ പറ. അടുത്ത ഇൻഡിപെൻഡൻസ് ഡേ നീ പറഞ്ഞു കഴിയും, ഒന്ന് പറ വെച്ചേ. ഈ ഇൻഡിപെൻഡൻസ് ഡേക്ക് നമുക്ക് വെളിയില് പതാക ഉയർത്തിയാലാ? ദേശീയ പതാക? യെസ്. ഏത് വെളിയില്? ഈ വീടിന്റെ വെളിയില്. നമ്മുടെ വീടിന്റെ മുറ്റത്താ? അളിയാ, പിള്ളേരുടെ ഒരു ആഗ്രഹമല്ലേടാ, നമുക്കേ ആ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുത്തേക്കാം. നമ്മൾ ഇന്ന് പതാക ഉയർത്തുന്നു. അവരോട് പതാക ഉയർത്തേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കാം. അത് ശരി. എന്നാ പിന്നെ നിങ്ങൾക്ക് ആരും സഹായിക്കായിരുന്നില്ലേ? ഞാനങ്ങോട്ട് ചെന്നായിരുന്നു ചേച്ചി. അപ്പത്തേക്ക് പറഞ്ഞു നിങ്ങൾ അകത്ത് കയറി പോവാൻ. പിന്നെ അതിന്റെ ആവശ്യമൊന്നും ഇല്ല, അവരെന്നെ ചെയ്തോളല്ല കാര്യം. അങ്ങനെ പായസം വെക്കണം നിർബന്ധമൊന്നുമില്ല. என்ன
என்ன லட்சு இது இன்னைக்கு சுதந்திர தினம் தானே நம்ம பாயசம் வைக்கலாம் இங்க ஆனா சேமியா இருக்கு சேமியா பாயசம் வைக்கலாம் இல்லைன்னா அரிசி இருக்கு நம்ம அடப்பிரதமம் வைக்கலாம் അതിന് പായസം വെക്കാനുള്ള കൂട്ടു സാധനങ്ങളൊക്കെ ഉണ്ടോ? எல்லாமே இருக்கு ஏலக்காய் முதல் எல்லாமே இருக்குப்பா அம்மா வைக்கலாமா ப்ளீஸ் നിന്റെ ഇഷ്ടം എങ്ങനെയാന്ന് വെച്ചാൽ അതുപോലെ ചെയ്യ്. ഹലോ, എന്തിനാ അവിടെ നിന്ന് പറഞ്ഞോട്ടെ? ഇവരുടെ അടുത്ത് പോയി പറയാം അങ്ങോട്ട് വരെ. അമ്മൂമ്മ എന്തിനാ വിളിക്കുന്നതെന്ന് ചോദിക്കാനും കൂടെ പറഞ്ഞായിരുന്നു. അമ്മൂമ്മ എന്താ വിളിച്ചേ? ചുമ്മാ വിളിച്ചാണോ? ചുമ്മാ വിളിച്ചാ ആ ഓക്കെ, അവിടുത്തെ പരിപാടികളെല്ലാം നമ്മൾ സെറ്റ് ചെയ്യണോ അല്ലേടാ?